സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ ഇ ഡി ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു നടൻ ജയസൂര്യ. തട്ടിപ്പ് പണത്തിന്റെ പങ്ക് കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വലിയ തട്ടിപ്പ് സംഘമായിരുന്നു സേവ് ബോക്സ് ആപ്പ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു നടൻ ജയസൂര്യ. ജയസൂര്യക്കെതിരെ ഇ ഡി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. നിലവിൽ ജയസൂര്യക്കെതിരെ ചില പിഴകളും ഒക്കെ തന്നെ ചുമത്തിയിരുന്നു. ഇപ്പോൾ കുറ്റപത്രം കൂടി വരുന്നു. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ ജയസൂര്യ പണം കൈപ്പറ്റി 1 കോടിയോളം രൂപയായിരുന്നു ഇത്തരത്തിൽ കൈപ്പറ്റിയിരുന്നത്. ഈ പണം തട്ടിപ്പിലൂടെ സമാഹരിച്ച പണമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തുടർ നടപടിയിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. മാത്രമല്ല 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ജയസൂര്യയുടേതായി അന്വേഷണ സംഘം കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത്. അതിൽ സ്വാദിഖ് റഹീം അടക്കമുള്ള ഉടമകൾ ചേർന്നാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയതെന്നും വ്യക്തമായിരുന്നു. പലർക്കും 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത ശേഷം നിക്ഷേപകരെ 1 രൂപ പോലും തിരികെ നൽകാതെ കബളിപ്പിച്ചു എന്ന പരാതിയിലായിരുന്നു ആദ്യം ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം ആരംഭിച്ചു. പിന്നീട് ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം നടത്തുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ 2 തവണ നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്തു. അതിൽ ഒരു തവണ ഭാര്യ സരിത ജയസൂര്യക്കൊപ്പമാണ് ചോദ്യം ചെയ്തത്. ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സരിത ജയസൂര്യയാണ് എന്നതുകൊണ്ട് തന്നെയായിരുന്നു സരിതയെയും ചോദ്യം ചെയ്തിരുന്നത്. എന്നാൽ ജയസൂര്യ നൽകിയ മൊഴി എന്ന് പറയുന്നത് ബ്രാൻഡ് അംബാസഡർ എന്നതിന്റെ പ്രതിഫലമാണ് താൻ ഈ തുക കൈപ്പറ്റിയത്, ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പിൽ പങ്കാളി ആയിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം എവിടെയെല്ലാം പോയിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയതായി വ്യക്തമായത്. തുടർന്നാണ് ഈ തട്ടിപ്പിന്റെ പങ്കാണ് ജയസൂര്യ കൈപ്പറ്റിയത് എന്ന് വ്യക്തമാകുന്നതും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അതെ, വ്യക്തമാണ്. നടൻ ജയസൂര്യക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇ ഡി. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിലാണ് നടപടി. ഈ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ജയസൂര്യ. അതുകൊണ്ട് ഈ തട്ടിപ്പ് പണത്തിന്റെ പങ്ക് ജയസൂര്യ ആ പങ്ക് ജയസൂര്യക്ക് ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.